ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. IPL ആവേശമെല്ലാം കെട്ടടങ്ങി ഇനി 2020 വേൾഡ് കപ്പിന് തയ്യാറെടുപ്പിലാണ് എല്ലാ ടീമുകളും. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ബുംറ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന ആദ്യ സംഘം അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ കോഹ്ലിയും പാണ്ഡ്യയും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പാണ്ഡ്യ BCCIയിൽ നിന്ന് അനുമതി വാങ്ങി ലണ്ടനിലേക്ക് പോയിരിക്കുന്നു. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കോഹ്ലി എത്രയും പെട്ടെന്ന് ടീമിനൊപ്പം ചേരും എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം സഞ്ജു സാംസൺ ദുബായിലേക്ക് പോയിരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. BCCIയിൽ നിന്ന് അനുമതി വാങ്ങി ദുബായിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു, ടീമിനൊപ്പം ചേർന്നിട്ടില്ല എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കെ ഇന്നലെ അദ്ദേഹം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഇന്ത്യൻ ടീമിൽ ഈ തവണ വേൾഡ് കപ്പിൽ മികച്ചൊരു പ്രകടനം സഞ്ജു സാംസന് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ആദ്യ 11-ൽ അവസരം കിട്ടുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട്. ഋഷഭ് പന്താണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ഇരുവരും ഇത്തവണത്തെ IPL മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. സഞ്ജു സാംസൺ 531 റൺസ് എടുത്തിരുന്നു, 86 അദ്ദേഹത്തിന്റെ ഹൈസ്കോർ. ഋഷഭ് പന്ത് 446 റൺസ് എടുത്തിരുന്നു, അദ്ദേഹത്തിന്റെ ഹൈസ്കോർ 88. സഞ്ജു തന്നെയാണ് പ്രകടനത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നോക്കി കാണേണ്ടതുണ്ട് ആദ്യ അവസരം ആർക്ക് ലഭിക്കുമെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. ആർക്കാണ് അതിൽ യോഗ്യത? ആരാണ് ഫസ്റ്റ് ചോയ്സ്? സഞ്ജുവാണോ ഋഷഭ് പന്താണോ വരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഏതായാലും ഇന്ത്യ ജൂൺ 1 സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശുമായിട്ട് ഏറ്റുമുട്ടേണ്ടതുണ്ട്. അതിൽ ആരെല്ലാം കളിക്കും എന്നുള്ളത് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജയ്സ്വാൾ, ചാഹൽ, ആവേശ് ഖാൻ എന്നിവർ രണ്ടാം സംഘത്തിൽ എത്രയും പെട്ടെന്ന് പുറപ്പെടുന്നതാണ്. എന്തായാലും സഞ്ജുവിന് ഒരവസരം ലഭിക്കുമോ ആദ്യ മത്സരത്തിൽ? നമുക്ക് കാത്തിരിക്കാം. ഗംഭീർ പറഞ്ഞത് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എടുത്തിട്ടില്ലെങ്കിൽ സഞ്ജുവിനല്ല നഷ്ടം, ഇന്ത്യൻ ടീമിനാണ് നഷ്ടമെന്നാണ്. അതുപോലെ തന്നെ ഹർഭജനും അദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രശംസനീയമായ വാക്കുകൾ പറഞ്ഞിരുന്നു. രോഹിത്തിന്റെ രണ്ടാമനാണ് സഞ്ജു സാംസൺ എന്നിവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹർഭജൻ പറഞ്ഞതിനർത്ഥം ഏറെ വൈകാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ പദവി സഞ്ജുവിലേക്ക് എത്തും എന്ന് തന്നെയാണ്. കഴിഞ്ഞ IPL നമ്മളത് കണ്ടതാണ്. ചില മത്സരങ്ങളിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും മറ്റു ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ശക്തി എന്തായിരുന്നു? അവിടെയുള്ള ഏതൊക്കെ കളിക്കാരാണ് ഉണ്ടായിരുന്നത്? ആ ഒരു കളിക്കാരെ വെച്ച് രാജസ്ഥാൻ റോയൽസ് IPL 3-ാം സ്ഥാനം വരെ എത്തി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. സഞ്ജുവിന് ആദ്യ 11-ൽ ഇടം കിട്ടാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.